ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന്. सोजा राजकुमारी सोजा सोजा मैं बलहारी सोजा सोजा मैं बलहारी. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? ഞാനേ ആനമക്കാരിന്റെ പുന്നാര മോള. നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു. ഞമ്മള് പാത്തുമ്മ. ഞമ്മടെ ഇക്കാനറിയോ? ബഷീർ. മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. മൂപ്പര് ഞമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട്. പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട്. തോണി തുഴയണ തോട് അത് വീണ പോയതൊരേട്. തോണി തുഴയണ തോട്. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഹോ, എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? ഒരു വലിയ ആന ഉണ്ടായിരുന്നു. കൊമ്പനാന. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും സാറാമ്മയോടത്തുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ.